ചെറുപ്പക്കാരുടെ ഇടയിൽ മരണം വർദ്ധിക്കുന്നുണ്ട് ഈ ഹൃദ്രോഗം കാരണം. അപ്പോൾ ഈ ഒരു സൈലന്റ് ഡെത്തിന്റെയൊക്കെ ഒരു റീസൺ എന്ന് പറയുന്നതും ഇതൊക്കെ തന്നെയാണോ? സൈലന്റ് അറ്റാക്ക് എന്നാ പറയുന്നത്. നമ്മൾ സൈലന്റ് അറ്റാക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്നു, പക്ഷെ നമ്മൾ അറിയുന്നില്ല. ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് ജീവൻ പോകുന്ന അസുഖമാണ്. അതെ. അപ്പോൾ നമുക്ക് ഏറ്റവും ഇപ്പോൾ നമ്മൾ സങ്കീർണമായ കോംപ്ലെക്സ് പ്രൊസീജിയേഴ്സ് ചെയ്യുമ്പോൾ ഓബ്വിയസ്ലി റിസ്ക് കൂടുതലാണ്. ഇപ്പോൾ ഈ കൊറോണ വന്നതിന് ശേഷമാണ് ഇങ്ങനെയുള്ളൊരു സൈലന്റ് ഡെത്തിലേക്കൊക്കെ പോകുന്നത്. അതുപോലെ ഈ ഒരു വാക്സിൻ എടുത്തതിന്റെ കാരണം കൊണ്ടാണ് ഇങ്ങനെ പലതും വരുന്നത്, ഹൃദയം നിന്ന് പോകുന്നത് ഇതൊക്കെ കൊണ്ടാണെന്ന് പറയുന്നുണ്ട്. എത്രത്തോളം ശരിയാണ്? ഹൈപ്പാണ്. ഡോക്ടേഴ്സ് ടോക്കിങ്ങിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് നിംസ് ഹാർട്ട് ഫൗണ്ടേഷൻ ഡയറക്ടർ ആൻഡ് കാർഡിയോളജിസ്റ്റ് മധു ശ്രീധർ ഡോക്ടറാണ്. ലോക ഹൃദയ ദിനത്തിൽ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഡോക്ടറെയാണ് നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ളത്. ഡോക്ടർ, വെൽക്കം ടു ദ ഷോ. നമസ്കാരം. ഡോക്ടർ, ഹൃദയം എന്ന് പറയുന്നത് ഹൃദയത്തിന് മേലെ ഒന്നുമില്ല എന്ന് പറയാറുണ്ട് കവികൾ പോലും. അതാണ്, ഹൃദയത്തിലാണ് നമ്മളെല്ലാം സൂക്ഷിക്കാറ് എന്നും പറയുന്നുണ്ട്. ഹൃദയാരോഗ്യം എങ്ങനെ മെച്ചപ്പെടുത്താം? ഹൃദ്രോഗം എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമുക്ക് തന്നെ കാണുന്നുണ്ട്, സെലിബ്രിറ്റീസ് ആണെങ്കിലും പലരും നേരത്തെ തന്നെ പെട്ടെന്ന് പൊടുന്നനെ മരിക്കുന്നു. അതെ. ഹൃദ്രോഗം എന്ന് പറയുന്നത് ഇത് വളരെ മോശമായിട്ടുള്ള അസുഖമാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിക്കുന്നത് ഹൃദ്രോഗം കാരണമാണ്. പക്ഷേ നമ്മുടെ ചെറിയ നമ്മുടെ ജീവിതശൈലിയിലെ മാറ്റങ്ങൾ കാരണം 80% ഹാർട്ട് അറ്റാക്ക് ഒഴിവാക്കാൻ പറ്റും. പക്ഷെ എന്നാലും പലരും അത് ചെയ്യുന്നില്ല, നമ്മൾ ആരും അത് ചെയ്യുന്നില്ല. അതിനെപ്പറ്റിയുള്ള അവബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ വേൾഡ് ഹാർട്ട് ഡേ എന്ന് പറയുന്നത് സെപ്റ്റംബർ 29 ആചരിക്കുന്നത്. നമുക്ക് ബേസിക് ആയിട്ട് 4-5 കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം കൂടുതൽ മെച്ചപ്പെടുത്താൻ പറ്റും. ഏറ്റവും പ്രധാനമായിട്ട് പുകവലി പൂർണ്ണമായി നിർത്തണം. ആരോഗ്യം നമ്മൾ നോക്കണം. അമിതഭാരം പാടില്ല. ആഹാരം കൺട്രോൾ ചെയ്യണം. ഒബേസിറ്റി എപ്പിഡമിക്. പണ്ട് നമ്മൾ മാൽന്യൂട്രീഷൻ എന്ന് പറയുന്നത് ആൾക്കാർക്ക് ആഹാരം കിട്ടാത്ത അവസ്ഥയായിരുന്നു. പക്ഷെ ഇപ്പോൾ ആഹാരം കൂടുന്ന അവസ്ഥയാണ്. ഒബേസിറ്റി ഈസ് എ എപ്പിഡമിക്. മോദിജി പോലും നമ്മുടെ മൻ കി ബാത്തിൽ പറയുന്നുണ്ട്, ആഹാരം കൺട്രോൾ ചെയ്യണം, വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ആഹാരം നിർത്തണം, മധുരപലഹാരങ്ങൾ കഴിയുന്നതും നിർത്തുക, കാർബോഹൈഡ്രേറ്റ് അരി ഗോതമ്പ് കുറയ്ക്കുക. ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്, പക്ഷെ നമ്മൾ ആരും അത് ചെയ്യുന്നില്ല. ഇനി ദിവസവും 1/4 മണിക്കൂർ വ്യായാമം, എന്ത് വ്യായാമമാണെങ്കിലും, നടക്കുക, ഓടുക, ചാടുക, ബട്ട് എന്തെങ്കിലും വ്യായാമം 3/4 മണിക്കൂർ ദിവസം ചെയ്യുക. മദ്യം കഴിയുന്നതും നിർത്തുക. പിന്നെ നമ്മുടെ നിശബ്ദ ഘാതകർ അല്ലെങ്കിൽ സൈലന്റ് കില്ലേഴ്സ് എന്ന് പറയും. ഏതാ? ബ്ലഡ് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ. ഇത് മൂന്നും നമുക്കുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്താൽ മാത്രമേ അറിയുള്ളൂ. നമ്മുടെ BP എത്ര കൂടുതലാണെങ്കിലും ചെക്ക് ചെയ്തില്ലെങ്കിൽ നമുക്കറിയില്ല. അത് ചെക്ക് ചെയ്യുക. 30-40 വയസ്സാകുമ്പോൾ നിശ്ചയമായിട്ടും എവിടെയെങ്കിലും ഏതെങ്കിലും ഡോക്ടറെ കാണുക, ചെക്ക് ചെയ്ത് കൂടുതലാണെങ്കിൽ അതിനുള്ള ഗുളികകൾ കഴിക്കുക. പക്ഷെ നിർഭാഗ്യവശാൽ ഇതൊന്നും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റിയ അസുഖമല്ല. ലൈഫ് സ്റ്റൈലിൽ വരുന്ന പ്രോബ്ലമാണ്. അതുപോലെ ഈ അസുഖം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ പനി പോലെ അല്ല. ഇത് നമുക്ക് ഗുളിക കഴിക്കുമ്പോൾ കുറഞ്ഞു വെച്ച് എപ്പം നിർത്തുന്നോ അടുത്ത ദിവസം തൊട്ട് തന്നെ കൂടും. എത്ര കൂടിയാലും നമ്മുടെ ശരീരം അറിയുന്നില്ല. അത് കാരണം ഗുളിക കഴിക്കുന്നത് ലോങ് ടേം, ജീവിതകാലം മുഴുവൻ കഴിക്കണം. കഴിക്കുമ്പോഴും ഇത് കൺട്രോൾ ആണോ എന്ന് അറിയാനായിട്ട് ചെക്ക് ചെയ്ത്, കൺട്രോൾ അല്ലെങ്കിൽ ഗുളിക കൂട്ടണം. ഇത് സ്ഥിരമായിട്ട് ചെയ്താൽ മാത്രമേ നമ്മുടെ ആരോഗ്യം നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. അപ്പൊ എത്രത്തോളം നമ്മുടെ ലൈഫ് സ്റ്റൈല് മാറുന്നോ അത്രത്തോളം നമുക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്, അല്ലേ? അതിന് ഇപ്പം സൈലന്റ് ഡെത്ത് പോലുള്ള, ഡോക്ടർ നേരത്തെ പറഞ്ഞു, സെലിബ്രിറ്റീസ് വളരെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു പോകുന്ന ആൾക്കാർ, സെലിബ്രിറ്റീസ് മാത്രമല്ല ഇപ്പോഴും ചെറുപ്പക്കാരുടെ ഇടയിൽ മരണം വർദ്ധിക്കുന്നുണ്ട് ഈ ഹൃദ്രോഗം കാരണം. അപ്പോൾ ഈ ഒരു സൈലന്റ് ഡെത്തിന്റെയൊക്കെ ഒരു റീസൺ എന്ന് പറയുന്നതും ഇതൊക്കെ തന്നെയാണോ? സൈലന്റ് അറ്റാക്ക് എന്നാ പറയുന്നത്. നമ്മൾ സൈലന്റ് അറ്റാക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്നു, പക്ഷെ നമ്മൾ അറിയുന്നില്ല. അത് നമ്മൾ പിന്നീട് ഒരു ECG എടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു എക്കോ ചെയ്യുമ്പോഴോ നമ്മുടെ ഹാർട്ട് അറ്റാക്ക് വന്നു എന്നുള്ള പറയാം. അതിനെയാണ് സൈലന്റ് അറ്റാക്ക് എന്ന് പറയുന്നത്. ഇത് വരുന്നത് സാധാരണഗതിയിൽ സ്ത്രീകൾക്ക് പെട്ടെന്ന് വേദന എന്ന് തോന്നില്ല, അവർക്ക് അസ്വസ്ഥത അല്ലെങ്കിൽ ഒരു ശ്വാസം മുട്ട്, പെട്ടെന്നുള്ള വിയർപ്പ്, എന്തെങ്കിലും എനിക്കൊരു വയ്യായികയായിരിക്കും തോന്നുന്നത്. അപ്പോൾ അവർ നെഞ്ചുവേദനയായിട്ട് അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പോകുന്നില്ല. അപ്പോൾ പക്ഷേ അത് ഒരു 2-3 ദിവസമോ ആഴ്ചയോ മാസങ്ങളോ കഴിഞ്ഞ് പോകുമ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്നു എന്നുള്ള അറിയാൻ പറ്റും. പിന്നെ പ്രമേഹമുള്ളവർക്ക് വേദന വരുന്ന ഞരമ്പുകളെ കൂടെ പ്രമേഹം ബാധിക്കും. അപ്പോൾ വേദനയായിട്ട് അവർക്ക് വരണമെന്നില്ല. പിന്നെ വയസ്സ് കൂടുമ്പോൾ അവർക്കും നെഞ്ച് വേദന വരുന്നില്ല. അപ്പോൾ എന്ത് അസ്വസ്ഥത നമുക്ക് തോന്നുവാണെങ്കിലും
അപ്പോൾ നെഞ്ചിനകത്ത് അസ്വസ്ഥത തോന്നുവാണെങ്കിൽ അപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോയി ഒരു ബേസിക് ECG ബ്ലഡ് ടെസ്റ്റ് എടുത്ത് നോക്കുന്നത് എല്ലാവരും ചെയ്യേണ്ടതാണ്. ഇല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ സൈലന്റ് അറ്റാക്ക് ഓരോ പ്രാവശ്യം നമുക്ക് ഹൃദയാഘാതം അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരുമ്പോഴും ഹൃദയത്തിന്റെ മസിൽ ഡാമേജ് വരും. അത് പെർമനന്റ് ആണ്, അത് മാറില്ല. ഈ ഒരു കാർഡിയക് അറസ്റ്റ് എന്ന് പറയുന്നതും ഈ ഒരു ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നതും സെയിം ആണ്. കാർഡിയക് അറസ്റ്റ് എന്ന് പറയുന്നത് ഹൃദയം നിൽക്കുമ്പോഴാണ്. അത് കാരണമാണ് ഈ സഡൻ ഡെത്ത്, പെട്ടെന്ന് പൊടുന്നതിനുള്ള മരണമാണ് നമ്മൾ സഡൻ കാർഡിയക് ഡെത്ത് എന്ന് പറയുന്നത്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഹാർട്ട് അറ്റാക്ക് ആണ്. ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ രക്തധമനിയിലുള്ള ബ്ലോക്ക് കാരണം ഹൃദയത്തിന് വന്ന ഡാമേജ് ആണ് ഹാർട്ട് അറ്റാക്ക്. പക്ഷെ ഇത് കൂടാതെ ഹൃദയമിടിപ്പിന്റെ വ്യത്യാസം കാരണം, ഇപ്പോൾ നമുക്ക് അരിത്മിയാസ് പറയും, ഇത് കാരണവും പെട്ടെന്ന് ഹൃദയം നിൽക്കാം. അപ്പോൾ എന്ത് കാരണത്താലും ഹൃദയം നിൽക്കുവാണെങ്കിൽ നമ്മൾ മരിക്കും. അതാണ് സഡൻ കാർഡിയക് ഡെത്ത്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതലുള്ള കാരണം ഹാർട്ട് അറ്റാക്ക്, രക്തക്കുള്ള ബ്ലോക്കുകളാണ്. അപ്പോൾ ഈ ബ്ലോക്കുകളല്ലേ നമ്മൾ നീക്കം ചെയ്യുന്നത്, സർജറി മൂലം നീക്കം ചെയ്യുന്നത്. ഇത് സർജറി അല്ലാണ്ട് നമുക്ക് ഈ ബ്ലോക്കുകളെ എങ്ങനെ മാറ്റാൻ പറ്റും, അങ്ങനെ എന്തെങ്കിലും? ഈ ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ രക്തക്കുള്ള ബ്ലോക്ക് കാരണം ഹൃദയത്തിന് വരുന്ന ഡാമേജ് ആണ് വരുന്നത്. അത് ഓരോ മിനിറ്റും പ്രധാനമാണ്. അതാണ് നമ്മൾ പറയുന്നത് ഈച്ച് മിനിറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഹാർട്ട് എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ മസിൽ ഡാമേജ് വന്നാൽ നേരെ ആകില്ല. ഇപ്പൊ ഡാമേജ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അത് കാരണമാണ് ആൾക്കാർ പെട്ടെന്ന് മരിക്കുന്നത്. ഇൻഫാക്ട് മരണത്തിൽ നിന്ന് രക്ഷപ്പെടുകയാണെങ്കിലും ഹൃദയത്തിന് ഡാമേജ് വരുവാണെങ്കിൽ അത് ഹാർട്ട് ഫെയിലിയർ, ഹൃദയത്തിന്റെ പ്രവർത്തനം മോശമാവും. അത് കാരണമാണ് ഹൃദയം മാറ്റി വേറെ അവയവം വെക്കേണ്ട അവസ്ഥയിലോട്ട് പോകുന്നത്. നമുക്കറിയാം, ഹൃദയം മാറ്റി വെക്കുന്നത് ഇത്രയും വലിയ ഓപ്പറേഷനാണ്. അവയവം കിട്ടാനില്ല, ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്നത് കടയിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റുന്ന കാരണമല്ല. അപ്പൊ ആ അവസ്ഥയിലോട്ട് പോകാതിരിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയം നമ്മൾ നോക്കണം. ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ നെഞ്ചുവേദന വരുവാണെങ്കിൽ അതിന്റെ ചികിത്സ എന്ന് പറയുന്നത് രക്തക്കുള്ള ബ്ലോക്ക് മാറ്റുകയാണ്. ബ്ലോക്ക് മാറ്റുന്നത് 2 ചികിത്സാ രീതിയുണ്ട്. ഒന്ന്, ഹാർട്ട് അറ്റാക്ക് വന്ന ആദ്യത്തെ 1 മണിക്കൂറോ 2 മണിക്കൂറോ ഇഞ്ചക്ഷൻ എടുക്കുക. ഇഞ്ചക്ഷൻ രക്തം കട്ടി കുറയുന്ന ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ ഈ ബ്ലോക്ക് അലിഞ്ഞു പോകുക എന്നുള്ള പ്രത്യാശയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ അത് 50% ആൾക്കാർക്ക് ഫലപ്രദമാകും. അത് ഇഞ്ചക്ഷൻ എടുത്താലും ബ്ലോക്ക് മാറണമെന്നില്ല. നല്ല ചികിത്സ ആൻജിയോഗ്രാം ചെയ്ത് ബ്ലോക്ക് മാറ്റുക, ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയും. ആൻജിയോപ്ലാസ്റ്റി. ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ ഏറ്റവും നല്ല ചികിത്സാ രീതി എന്ന് പറയുന്ന ആ സമയത്തുള്ള ആൻജിയോപ്ലാസ്റ്റി, പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയും. അതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ നമുക്ക് കേരളത്തിൽ ഇപ്പോൾ എവിടെ നോക്കിയാലും കാത്ത് ലാബ്സ് ആണ്. അപ്പോൾ ഏറ്റവും ഡെൻസിറ്റി ഓഫ് കാത്ത് ലാബ്സ് ഉള്ള ഏറ്റവും സ്റ്റേറ്റ് കേരള എന്ന് പറയാം. അപ്പോൾ ഏതിലും ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റുന്ന 24 മണിക്കൂറും ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റുന്ന ഹോസ്പിറ്റൽ എത്രയും പെട്ടെന്ന് എത്തുകയാണ് പെട്ടെന്നുള്ള നെഞ്ചുവേദന വരുമ്പോൾ നമ്മൾ എല്ലാവരും ചെയ്യേണ്ടത്. ഓക്കെ, ആ ഒരു 24 hours ഉള്ള ഒരു ഹോസ്പിറ്റലിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത് അല്ലേ, നിംസ് ഹോസ്പിറ്റൽ. ഈ ഒരു ചെറിയൊരു ഗ്രാമപ്രദേശത്തെ ഇത്രയും വലിയൊരു ഫെസിലിറ്റി ഉള്ളൊരു ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് നിംസ് ആണ്. അത് മാത്രമല്ല അതിൽ വളരെ പ്രമുഖനായിട്ടുള്ള ഒരു ഡോക്ടറുമാണ് എൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നത്. അപ്പോൾ ഡോക്ടർ, ഈ ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത് ഒരു ഹാർട്ട് സർജറി ചെയ്യുന്ന ഒരു 10 പേർക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരാൾക്ക് അല്ലെങ്കിൽ 11ാമത്തെ ഒരാൾക്ക് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ടെന്ന് ഞാൻ കേട്ടു ഇവിടെ വന്നപ്പോൾ. അതിനെക്കുറിച്ചൊന്ന് പറയാം. അത് നമ്മുടെ നിംസിന്റെ മാനേജ്മെന്റ് ഫൈസൽ ചെയർമാൻ മജീദ് സാറും കൂടെ ചേർന്നിട്ടുള്ള പത്മശ്രീ മമ്മൂട്ടിയുമായിട്ട് ചേർന്ന ഒരു നമ്മുടെ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അനീഷ പറഞ്ഞ പോലെ ഇവിടെ ഗ്രാമപ്രദേശത്ത് ഇവിടെ ഇത്രയും വലിയ ആശുപത്രി തുടങ്ങിയത് തന്നെ ഒരു വലിയ കാര്യമാണ്. അപ്പോൾ ആ ആൾക്കാർക്ക് മാനേജ്മെന്റ് സൈഡിൽ നിന്ന് ഒരു തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. നമ്മളെല്ലാവരും അങ്ങനെയാണല്ലോ ചെയ്യേണ്ടത്. നമുക്കെല്ലാം ഗിവ് ബാക്ക് ടു ദ സൊസൈറ്റി. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു സംരംഭമായിട്ടാണ് ഈ ഹാർട്ട് ടു ഹാർട്ട് പ്രോഗ്രാം തുടങ്ങിയത്. അത് മമ്മൂട്ടി ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. മമ്മൂട്ടിയാണ് അതിൻ്റെ നമ്മൾ ബ്രാൻഡ് അംബാസിഡർ എന്ന് പറയുന്നത്. അദ്ദേഹം തന്നെ പറയുന്ന പലർക്കും മാനേജ്മെന്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. 10 അത് ഹൃദയ സർജറി ചെയ്യുമ്പോൾ ഒരെണ്ണം ഫ്രീ ആയിട്ട് കൊടുക്കുക എന്നുള്ള ഒരു ആസ്പെക്റ്റിലാണ് നമ്മൾ ഹാർട്ട് ടു ഹാർട്ട് ചെയ്യുന്നത്. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് തന്നെ ഈ ഒരു സർജറിയുടെ കേസസ് ആണ്. അപ്പോൾ മിക്കവാറും എല്ലാവരും ഒരു 100%ഓളം തന്നെ സക്സസ് റേറ്റ് വരുന്ന സർജറീസ് ആയിരിക്കുമല്ലോ ചെയ്യുന്നത്. നമുക്ക് 100% വരണം എന്ന് അങ്ങനെയല്ലേ? ഇല്ല. ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് ഇത് ജീവൻ പോകുന്ന അസുഖമാണ്. ഇറ്റ് ഷുഡ് ബി വെരി ക്ലിയർ. അപ്പൊ അത് വരാതിരിക്കാനുള്ള ആ അവസ്ഥയിലോട്ട് പോകാതിരിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. പക്ഷേ ഇതിൽ 100%
പറയാൻ പറ്റില്ല, ഗ്യാരണ്ടി പറയാൻ നോ പറ്റില്ല. ഗ്യാരണ്ടി ടു ലൈഫ്. ഞാൻ നാളെ ജീവിച്ചിരിക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. Okay. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എത്ര നല്ല രീതിയിൽ ചെയ്യാം എന്നുള്ളതേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. Yes, yes. ദാറ്റ് ഷുഡ് ബി വെരി ക്ലിയർ. ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് ജീവൻ പോകുന്ന അസുഖമാണ്. അതെ. അപ്പോൾ നമുക്ക് ഏറ്റവും ഇപ്പം നമ്മൾ സങ്കീർണമായ കോംപ്ലെക്സ് പ്രൊസീജിയേഴ്സ് ചെയ്യുമ്പോൾ ഓബ്വിയസ്ലി റിസ്ക് കൂടുതലാണ്. പക്ഷേ എന്നാലും നമ്മൾ രോഗിയുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഒരു ജെനുവിൻ റീസൺ തന്നെയാണ് ഡോക്ടർ ഇപ്പോൾ പറഞ്ഞത്. കാരണം ഞാനിവിടെ വന്നപ്പോൾ മധു ശ്രീധർ ഡോക്ടർ ഇങ്ങനെയാണ്, അതായത് ഒരു പേഷ്യൻറ്റിന് വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് നിങ്ങൾ ഇത് തന്നെ ചെയ്തിട്ട് വരണം, വെയിറ്റ് ഇത്രയും കുറച്ചിട്ട് തന്നെ വരണം എന്ന് പറയുന്ന ഒരു ഡോക്ടറാണ്. അത്രയും ഒരു കടുംപിടുത്തം പിടിക്കുന്ന ഒരു ഡോക്ടറാണെന്ന് ഞാൻ കേട്ടു. അതിന്റെ പ്രോബ്ലം മനീഷ, ഹൃദ്രോഗം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എക്സ്പെൻസീവ്. ഇത് ജീവൻ പോകുന്ന അസുഖമാണ്. ഇപ്പോൾ ഒരു അസുഖമായിട്ട് വന്നു, നമ്മളൊരു പ്രൊസീജിയർ ചെയ്തു, അതിനുശേഷം ഒരുപാട് പൈസയായി, തിരിച്ച് അവർ നമ്മുടെ അടുത്ത് വരും. ഹൃദ്രോഗം ഇറ്റ്സ് നോട്ട് ക്യൂറബിൾ. ബ്ലോക്ക് വന്ന ഒരാൾക്ക് ഇനിയും വരാൻ സാധ്യത ഇരട്ടിയാണ്. വേറെ ഒരാളുടെ എടുക്കുകയാണെങ്കിൽ ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന ആൾക്ക് ഇനി ബ്ലോക്ക് കൂടാനുള്ള സാധ്യത ഇരട്ടിയാണ്. അത് വരാതിരിക്കണമെങ്കിൽ നമ്മൾ ഗുളിക കറക്റ്റായിട്ട് കഴിക്കണം, ആഹാരത്തെ പറ്റി നോക്കണം, ഈ ജീവിതശൈലിയിലെ മാറ്റങ്ങൾ ചെയ്യണം. ചെയ്തില്ലെങ്കിൽ അവർക്ക് തന്നെ അസുഖം വരും. അവർ വന്ന് എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഡോക്ടർ ഇത്രയും പൈസയൊക്കെ കൊടുത്ത് ചെയ്തല്ലോ, എന്നിട്ട് എൻ്റെ ഹൃദയം എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്ത് പറയും? അപ്പൊ അത് വരാതിരിക്കണമെങ്കിൽ നമ്മൾ പറയുന്ന പോലെ ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ചികിത്സിക്കുന്നതിൽ തന്നെ അർത്ഥമില്ല. അത് രോഗികൾ മനസ്സിലാകണം. നമ്മൾ ചെയ്തിട്ട് ഇനി നിങ്ങൾ എന്തെങ്കിലും ചെയ്യുക എന്നുള്ളത് പോലെയല്ല. ദേ ആർ കമ്മിങ് ടു അസ്. നമ്മുടെ ഒരു ബിലീഫ്, ഒരു വിശ്വാസം കാരണമാണ് വരുന്നത്. പക്ഷെ അതുപോലെ ചെയ്യണമെങ്കിൽ നമ്മൾ പറയുന്നത് നിർഭാഗ്യവശാൽ അവർ ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ ഡോക്ടർ, വേറെ എന്തൊക്കെ ടെക്നോളജീസ് ആണ് ഇപ്പോൾ? ന്യൂ ടെക്നോളജീസ് ഒരുപാട് ഉണ്ട്, എക്സ്പാൻഷൻ ആണ് ഇപ്പോൾ ടെക്നോളജീസിൽ. എന്തൊക്കെയാണ് നമുക്ക് ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാൻ പറ്റുന്ന ആൻജിയോഗ്രാം? നമ്മൾ ആൻജിയോപ്ലാസ്റ്റിയെ പറ്റി പറഞ്ഞു. പക്ഷേ ഏത് ആൻജിയോപ്ലാസ്റ്റി പറഞ്ഞാലും സ്റ്റെന്റിനകത്തോ അല്ലെങ്കിൽ ബൈപ്പാസ് ആണെങ്കിലും ബൈപ്പാസിനകത്തോ പിന്നീട് ബ്ലോക്ക് വരാം. നമ്മൾ കൂടുതലും ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ ചെയ്യുന്നത് ആൻജിയോപ്ലാസ്റ്റിയാണ്. ബ്ലോക്ക് മാറ്റുക, അവിടെ ബ്ലോക്ക് മാറ്റി അവിടെ ഒരു സ്റ്റെന്റ് വെക്കുക എന്നുള്ളതാണ്. ഈ സ്റ്റെന്റിനകത്തും ബ്ലോക്കുകൾ വരാം. സ്റ്റെന്റിനകത്ത് ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ ചികിത്സ വളരെ 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 വിഷമമാണ്. ഒരു സ്റ്റെന്റ് ആദ്യം നമ്മൾ വെക്കുകയാണെങ്കിൽ അതിനകത്ത് ഭാവിയിൽ ബ്ലോക്ക് വരാനുള്ള സാധ്യത 9% ആദ്യത്തെ ഒരു വർഷം. അതിനുശേഷം ഓരോ വർഷവും പിന്നെയും 2% വെച്ച് കൂടിക്കൊണ്ടിരിക്കും. അസുഖം അങ്ങനെയാണ്. ഇത് ലോകത്തിൽ എല്ലാവർക്കും ഇങ്ങനെയാണ്. അത് വരാതിരിക്കണമെങ്കിൽ ഗുളിക കറക്റ്റായിട്ട് കഴിക്കണം, ആഹാരത്തെ പറ്റി നോക്കണം, പുകവലി പൂർണ്ണമായി നിർത്തണം. പുക വലിക്കുന്ന ഒരാൾക്ക് ഗുളിക കഴിച്ചില്ലെങ്കിൽ സ്റ്റെന്റിനകത്ത് ബ്ലോക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റെന്റിനകത്ത് ബ്ലോക്ക് വരാനുള്ള സാധ്യത 9%. പക്ഷേ ഒരു പ്രാവശ്യം ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്താലും പിന്നീട് വരാനുള്ള സാധ്യത ഏകദേശം 30%. ഇതെല്ലാം വരുന്നത് 6 മാസം അല്ലെങ്കിൽ ഒരു വർഷത്തിലാണ്. അപ്പോൾ സ്റ്റെന്റിനകത്ത് ബ്ലോക്ക് വന്നാൽ ചികിത്സ എക്സ്പെൻസീവ് ആണ്, പിന്നെയും വരികയും ചെയ്യും. അപ്പം നമ്മൾ ചികിത്സ മുഴുവൻ നോക്കുന്നത് എങ്ങനെ അത് കുറയ്ക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതിന് ചെയ്യേണ്ടത് ആവശ്യമുള്ള ബ്ലോക്കുകൾ മാത്രമേ ചികിത്സിക്കേണ്ട കാര്യമുള്ളൂ. ചെറിയ ബ്ലോക്കുകൾ സ്റ്റെന്റ് വെക്കാൻ പാടില്ല. അത് ഇറ്റ് ഈസ് നോട്ട് നീഡഡ് ആൻഡ് ഇറ്റ്സ് നോട്ട് സയൻറ്റിഫിക്കലി കറക്റ്റ്. അപ്പോൾ അത് വേണ്ടയോ എന്ന് അറിയാനാണ് നമ്മൾ ഫിസിയോളജി അല്ലെങ്കിൽ FFR എന്ന് പറയും. അപ്പോൾ ആവശ്യമുള്ള ബ്ലോക്കുകൾ മാത്രമേ നമുക്ക് മാറ്റുന്നതിൽ അർത്ഥമുള്ളൂ. ഇനി ബ്ലോക്കുകൾ മാറ്റുകയാണെങ്കിൽ തന്നെയും അത് പിന്നീട് വരാതിരിക്കാനായിട്ട് നമുക്ക് IVUS അല്ലെങ്കിൽ OCT എന്ന് വെച്ചാൽ ഇൻട്രാവാസ്കുലർ ഇമേജിങ് പറയും. അപ്പോൾ അത് വെച്ച് നമ്മൾ ലൈറ്റ് അല്ലെങ്കിൽ അൾട്രാസൗണ്ട് വെച്ച് ആ രക്തക്കുഴൽ എങ്ങനെയാണ്, സ്റ്റെന്റ് നമ്മൾ വെച്ചത് ശരിയാണോ, സ്റ്റെന്റിനകത്ത് ഇനിയും കൂടുതൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, ഭാവിയിൽ ബ്ലോക്ക് വരാനുള്ള സാധ്യത എത്രത്തോളം കുറയ്ക്കാം എന്നുള്ളതൊക്കെ ചെയ്യുന്ന ഇതാണ് IVUS OCT എന്ന് പറയുന്നത്. ഇമേജിംഗ് എന്ന് പറയുന്നത് ഇതാണ് ഇപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യേണ്ടതും ആൻജിയോപ്ലാസ്റ്റി ചെയ്യുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് കൂടുതൽ നാൾ നിൽക്കുന്നതിന് സഹായിക്കുന്നതുമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ആണ് ഇമേജിംഗ്. ഇപ്പോൾ നിംസിൽ തന്നെയാണെങ്കിൽ ഇപ്പോൾ ഇമേജിംഗ് നമുക്ക് അൾട്രാസൗണ്ട്, IVUS ഉണ്ട്, OCT ഉണ്ട്. OCTയുടെ തന്നെ ഏറ്റവും പുതിയ ഐറ്ററേഷൻ അത് അൾട്രിയോൺ 2 എന്ന് പറയും. അതിനകത്ത് AI പവേർഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പവേർഡ് OCT. അപ്പോൾ അത് വെച്ചാകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അറിയാം രക്തക്കുഴലിൻ്റെ സൈസ് എത്രയാണ്, നമുക്ക് ഏത് സ്റ്റെന്റ് വെക്കണം, സ്റ്റെന്റിനകത്ത് പ്രോബ്ലം ഉണ്ടോ, അതിനകത്ത് ഭാവിയിൽ ബ്ലോക്ക് വരാനുള്ള സാധ്യത കുറവാണോ, എല്ലാം നമുക്ക് അറിയാൻ പറ്റും. ഇതൊക്കെ വെച്ച് ചെയ്യുന്ന ആൻജിയോപ്ലാസ്റ്റിയാണ് കൂടുതൽ നാൾ നിൽക്കുന്നത്. പക്ഷേ അനീഷ പറഞ്ഞ പോലെ എല്ലാം പുതിയ നൂതന ചികിത്സകൾ വരുമ്പോൾ കോസ്റ്റും കൂടും. അത് എത്രത്തോളം കുറയ്ക്കാം എന്നുള്ളതാണ് നമ്മൾ ശ്രമിക്കുന്നത്. അത് നിംസിന്റെ മാനേജ്മെന്റ് നമ്മളെ കഴിയുന്നതും സഹായിക്കുന്നുണ്ട്. ഡോക്ടർ, ഈ ആൻജിയോപ്ലാസ്റ്റിയിൽ തന്നെ പലതും കേട്ടിട്ടുണ്ട്, ബലൂൺ ആൻജിയോപ്ലാസ്റ്റി, അതുപോലെ CTO, ലേസർ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഡിഫറൻസ് ഒന്ന് പറയാം. നമ്മൾ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത് രക്തക്കുഴലിൽ ബ്ലോക്ക് വരും. ആ ബ്ലോക്ക് ബലൂൺ വെച്ച് തുറന്ന് അവിടെ ഒരു സ്റ്റെന്റ് വെക്കുകയാണ് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്.
ഇപ്പം നമുക്ക് ബ്ലോക്ക് എടുത്ത് മാറ്റാൻ പറ്റുകയല്ല, ബ്ലോക്ക് സ്റ്റെൻറ്റ് വെച്ച് വികസിപ്പിക്കുന്നു. അപ്പോൾ അതിനകത്തുള്ള രക്തഓട്ടം സുഗമമാകും. ഇതാണ് ആൻജിയോപ്ലാസ്റ്റിയിൽ നമ്മൾ ചെയ്യുന്നത്. അത് നമ്മൾ കയ്യിൽ കൂടെ ആയിരിക്കും പ്രധാനമായിട്ടും 90% കയ്യിൽ കൂടെ ആയിരിക്കും ചെയ്യുന്നത്. ചിലപ്പോൾ കാലിൽ കൂടെ ആയിരിക്കും. കയ്യിലെ ചെറിയൊരു രക്തക്കൊള്ളിൽ കൈ കൂടെ ചെയ്യുകയാണെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ് അപ്പം തന്നെ പുറത്തിറങ്ങി വന്ന് നടക്കാം, അടുത്ത ദിവസം ഡിസ്ചാർജും ചെയ്യും. ഇതാണ് ആൻജിയോപ്ലാസ്റ്റി വെച്ച് ചെയ്യുന്നത്. ആൻജിയോപ്ലാസ്റ്റി തന്നെ ഇനി രക്തക്കുഴലിലെ ബ്ലോക്കിന്റെ കാഠിന്യം അനുസരിച്ച് CTO എന്ന് പറയുന്നത് വളരെ കാലമായി അടഞ്ഞു കിടക്കുന്ന ബ്ലോക്കാണ്. ക്രോണിക് ട്യൂബുലർ ഒക്ലൂഷൻ എന്ന് പറയും. അപ്പോൾ അതിപ്പോൾ ഇപ്പോൾ നമ്മുടെ വീട്ടിലെ പൈപ്പ് അടയുന്ന പോലെ തന്നെയാണ്. ഇപ്പോൾ പൈപ്പിൽ ബ്ലോക്ക് വരുവാണെങ്കിൽ 1 ദിവസം 2 ദിവസം ആണെങ്കിൽ ഒന്ന് തട്ടുവാണെങ്കിൽ ചിലപ്പോൾ തുറക്കാൻ പറ്റിയിരിക്കും. പക്ഷേ വർഷങ്ങളോളം അടഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്കത് മാറ്റി പുതിയത് വെക്കേണ്ടി വരും, അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് പ്രൊസീജിയേഴ്സ് വെച്ച് തുറക്കേണ്ടി. അതാണ് CTO ആൻജിയോപ്ലാസ്റ്റി. പിന്നെ പല ബ്ലോക്കുകളും ചിലത് കല്ലിച്ച് കിടക്കുകയായിരിക്കും, ചിലപ്പോൾ അതിനകത്ത് ത്രോംബസ് രക്തക്കട്ടയുണ്ടാവും, ചിലപ്പോൾ നമുക്ക് ബലൂൺ വെച്ച് ക്രോസ് ചെയ്യാൻ പറ്റില്ല എന്ന് വരും, ചിലപ്പോൾ സ്റ്റെൻറ്റിനകത്ത് ബ്ലോക്ക് വരും. അങ്ങനെ ചില സ്പെഷ്യൽ സബ്സെറ്റ്സ് ഉണ്ട്. അതിന് ചികിത്സ എടുക്കുക വിഷമമാണ്. ഇതിനൊക്കെ ചെയ്യുന്നതിനുള്ള സ്പെഷ്യലൈസ്ഡ് ട്രീറ്റ്മെന്റ് ആണ് ലേസർ ആൻജിയോപ്ലാസ്റ്റി. ലേസർ പക്ഷേ നമ്മൾ കൂടുതലും ഒരു ഒത്തിരി ഒരു ഹൈപ്പ് പോലെയാണ്. ഇപ്പൊ എല്ലാവരും ലേസർ ആൻജിയോപ്ലാസ്റ്റി. പക്ഷേ ലേസർ ആക്ച്വലി ഉപയോഗിക്കുന്നത് ചെറിയ സബ്സെറ്റ്സിന് മാത്രമാണ്. സ്റ്റെൻറ്റിനകത്ത് ബ്ലോക്ക് വരുവാണെങ്കിൽ അത് കൂടുതൽ നന്നായിട്ട് വികസിപ്പിക്കണമെങ്കിൽ ലേസർ ഐഡിയൽ ട്രീറ്റ്മെന്റ് ആണ്. പിന്നെ ബലൂൺ എന്ത് ചെയ്താലും ക്രോസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ലേസർ ഇസ് എൻ ഓപ്ഷൻ. റോട്ടബ്ലേറ്റർ എന്ന് പറയും, അല്ലെങ്കിൽ ലേസർ. ഇതെല്ലാം മോർ ആൻഡ് അഡ്വാൻസ്ഡ് ആൻജിയോപ്ലാസ്റ്റി പ്രൊസീജിയേഴ്സ് ആണ്. ഓക്കെ, ഇതിൽ നിന്നും വേറെ പ്രൊസീജിയേഴ്സ് ഉണ്ടെന്നാണ് ഡോക്ടർ ഉദ്ദേശിച്ചത്. ഇത് ബേസിക് ആൻജിയോപ്ലാസ്റ്റിയാണ്, ബലൂൺ വെച്ചൊന്ന് സ്റ്റെന്റ് വെക്കുക. പക്ഷേ കോംപ്ലക്സിറ്റി കൂടുന്തോറും കൂടുതൽ ഡിവൈസസ് നമുക്കത് തുറക്കാനായിട്ട് ഉപയോഗിക്കാം. ഇതൊക്കെ കോസ്റ്റ് എഫക്റ്റീവ് ആണോ? ഓരോ ഡിവൈസസ് വരുമ്പോഴും കോസ്റ്റ് അൺഫോർച്ചുനേറ്റ്ലി കൂടും. ഡോക്ടർ, അതുപോലെ തന്നെ ഒരു സംശയമാണ്, ഇപ്പോൾ ഈ കൊറോണ വന്നതിന് ശേഷമാണ് ഇങ്ങനെയുള്ള ഒരു സൈലന്റ് ഡെത്തിലേക്കൊക്കെ പോകുന്നത്. അതുപോലെ ഈ ഒരു വാക്സിൻ എടുത്തതിന്റെ കാരണം കൊണ്ടാണ് ഇങ്ങനെ പലതും വരുന്നത്, ഹൃദയം നിന്ന് പോകുന്നത് ഇതൊക്കെ കൊണ്ടാണെന്ന് പറയുന്നുണ്ട്. എത്രത്തോളം ശരിയാണ്? ഹൈപ്പാണ്. കൊറോണ വരുമ്പോൾ കൊറോണ ഒരു വൈറൽ ഇൻഫെക്ഷൻ ആണ്. അത് കാരണം യെസ് ആൾക്കാരെ മരിക്കാം. പക്ഷേ കൊറോണ വാക്സിൻ ഇതുമായിട്ട് വരുന്നത് അത് ഈ ആന്റി വാക്സ് അങ്ങനെയുള്ള ഈ അമേരിക്കയിൽ തന്നെ പലരും ഉണ്ട് വാക്സിന് എതിരായിട്ടുള്ളവർ. അതിൻ്റെ ഒരു ഇതാണ്. പക്ഷേ വാക്സിനേഷൻ സേവ്സ് ലൈവ്സ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അപ്പോൾ അത് കാരണമുള്ള കോംപ്ലിക്കേഷൻസ് വരുന്നത് വളരെ 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 കുറവാണ്. പിന്നെ നമ്മൾ ഇപ്പോൾ 1 കോടി ആൾക്കാർക്ക് വാക്സിൻ എടുക്കുവാണെങ്കിൽ അവർ എടുത്താലും ഇല്ലെങ്കിലും കുറച്ച് പേര് മരിച്ചു എന്നിരിക്കും. ഇപ്പോൾ അത്രയും ആൾക്കാർക്ക് നമ്മൾ എടുക്കണം. അവർക്കെല്ലാം പ്രഷറുണ്ട്, ഷുഗറുണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്. പക്ഷെ അവരുടെ മരണം ഈ വാക്സിനുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതിന് അർത്ഥമില്ല. ഇൻഫാക്ട് ഈ കൊറോണ വാക്സിൻ എടുത്തവർക്ക് തന്നെ ഈ ഓട്ടോപ്സി സ്റ്റഡിയിൽ കണ്ടുപിടിച്ചിട്ടുണ്ട് വാക്സിനും ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളത്. ആ അറ്റാക്ക് വന്നതെല്ലാം സാധാരണ ആൾക്കാർക്ക് വരുന്ന ഹൃദ്രോഗപരമായ കാരണങ്ങൾ ഉള്ളത് കാരണമാണ് അവർക്ക് അറ്റാക്ക് വന്നത്. അത് അൺറിലേറ്റഡ് ആണ്. ഡോക്ടർ, അപ്പോൾ നമ്മുടെ ഈ ഒരു ലോക ഹൃദയ ദിനത്തിൽ എന്ത് അഡ്വൈസ് ആണ് കൊടുക്കാനുള്ളത്? ഓരോ വേൾഡ് ഹാൻഡേക്കും ഓരോ തീമുണ്ട്. ഇപ്രാവശ്യത്തെ തീം ഡോണ്ട് മിസ് എ ബീറ്റ് എന്നുള്ളതാണ്. നമ്മുടെ കൂടെയുള്ള ആൾക്കാർ പലരും നമ്മുടെ കൂടെ ഇപ്പം ഇല്ല ഹൃദയാഘാതം കാരണം. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള ഒരു അവബോധമാണ് ഇപ്രാവശ്യം വേൾഡ് ഹാർട്ട് ഡോണ്ട് മിസ് എ ബീറ്റ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ചെയ്യാവുന്നത് ലിസൺ ടു യുവർ ഹാർട്ട്. നമ്മുടെ ശരീരത്തിന്, നമ്മുടെ ഹൃദയത്തിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ പറയും. പക്ഷേ അത് നമ്മൾ കേൾക്കുക. ഇപ്പോൾ നമുക്ക് കുറച്ച് നടക്കുമ്പോൾ ക്ഷീണമുണ്ട്, കുറച്ച് എന്തെങ്കിലും ഓടുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് ഹൃദയാഘാതത്തിന് അല്ല ഹൃദ്രോഗത്തിൻ്റെ ലക്ഷണമായിരിക്കാം. അത് നമ്മൾ ലിസൺ ടു ഇറ്റ്. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് നമ്മൾ നോക്കുക. എത്രയും ഒരു ഷെഡ്യൂൾഡ് ഒരു ഡോക്ടറെ കാണിക്കുക. ഇതെല്ലാം ചെക്ക് ചെയ്ത് പ്രോബ്ലം ഉണ്ടോ എന്ന് നോക്കുക. നമ്മുടെ ഹൃദയത്തിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ തന്നെ ഏറ്റെടുക്കുക. എന്നാൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. സോ ലെറ്റ്സ് ഓൾ ഡു ദാറ്റ് ആൻഡ് നോട്ട് മിസ് എ ബീറ്റ്. അപ്പോൾ താങ്ക് യു ഡോക്ടർ, താങ്ക് യു സോ മച്ച്. ഈ ഒരു ലോക ഹൃദയ ദിനം, അതായത് നമ്മുടെ സെപ്റ്റംബർ 29 ഡോക്ടറിനെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ഹൃദ്രോഗം എങ്ങനെ വരാതിരിക്കാമെന്നും നമ്മുടെ ഹൃദയം എങ്ങനെ സൂക്ഷിക്കാമെന്നും, വളരെ പ്യുവറായിട്ട് ആ ഹൃദയം എങ്ങനെ സൂക്ഷിക്കാം എന്നതിനെ കുറിച്ചും ഡോക്ടർ പറഞ്ഞു തന്നു. താങ്ക് യു ഡോക്ടർ, താങ്ക് യു സോ മച്ച്.